നമുക്കിന്നൊരു താളുകറി ഉണ്ടാക്കിയാലോ? ഈ കർക്കിടക മാസം ആകുമ്പം നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ താളുകറി ഉണ്ടാക്കുവേ. എല്ലായിടത്തും ഉണ്ടാക്കും തോന്നുന്നു. അപ്പം കർക്കിടക മാസത്തിൽ ഇങ്ങനെ കാട്ടുതാള് കറി വയ്ക്കുമ്പോൾ നമുക്ക് ചൊറിയത്തില്ല. അല്ലാത്ത സമയത്തൊക്കെ താള് കറി വെച്ചാൽ നമുക്ക് ചൊറിയും എന്നാണ് പറയണേ. അപ്പം നമുക്ക് പെട്ടെന്ന് എനിക്കൊരാഗ്രഹം വന്നു താള് കറി കഴിക്കണമെന്ന്. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മച്ചീനെ കൊണ്ട് ഉണ്ടാക്കിക്കാൻ പോവുകയാണ്. അമ്മച്ചിയുടെ കറിയൊക്കെ സൂപ്പറാണ്. അപ്പോൾ അമ്മച്ചി സ്പെഷ്യൽ താള് കറിയാണേ. അപ്പോൾ നമുക്ക് നല്ല താള് നോക്കി നമുക്ക് പറിച്ചെടുക്കാം. ഇത് എൻ്റെ വീടിൻ്റെ അവിടെയാണ്. എൻ്റെ വീട് ചേർത്തലയിലാണ്. എന്നെ കെട്ടിച്ചേക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ നമ്മുടെ എറണാകുളത്ത് അങ്ങനെ താളൊന്നും കിട്ടാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല താള് നോക്കി, അധികം വലുതായിട്ടില്ല താളൊന്നും, എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല വലിയ താള് നോക്കി പറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇലയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് തണ്ട് മാത്രം മതി നമുക്ക്. അപ്പോൾ തണ്ടിൻ്റെ നാരൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇതിൻ്റെ നാരിങ്ങനെ ചീന്തി എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി കുറച്ചധികം ഇട്ടോളൂ. പിന്നെ വേണ്ടത് പച്ചമുളക്, കറിവേപ്പില, പിന്നെ പേരിന് 2 വെളുത്തുള്ളി. വെളുത്തുള്ളി അധികം വേണമെന്നില്ല, എന്നാലും 2 ഞങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് നമുക്ക് കുക്കറിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ പേരിന് കുറച്ച് വെളിച്ചെണ്ണ അല്ല, വെള്ളം. നമുക്ക് താളിനകത്ത് ആവശ്യത്തിന് വെള്ളമുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് 2-3 വിസിൽ വരുന്നത് വരെ അടിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാം. അപ്പോൾ ചീനച്ചട്ടി വയ്ക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഒരു അരമുറി തേങ്ങ അധികം വേണ്ട, ഒരു അരമുറി തേങ്ങ ഇടുക. എന്നിട്ട് നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുത്ത് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ഇടാം. അപ്പോൾ നമ്മളിവിടെ മല്ലിപ്പൊടി കുറച്ചധികം ഇടണേ. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാധാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ആ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുത്ത് നമുക്ക് വെള്ളം ഒഴിക്കാണ്ട് നമുക്ക് ജാറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ അരപ്പും കൂടി നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച്, പിന്നെ ഒരു ഇച്ചിരി നമുക്ക് ശർക്കര നമ്മുടെ കറിയിലിടുന്ന ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ കുറച്ച് കുഞ്ഞു കഷ്ണം ശർക്കരയും കൂടി ഇടുക. പിന്നെ നമുക്ക് പുളിവെള്ളം ഒഴിക്കണേ. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി എടുത്ത് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നമുക്ക് ആ പുളിയും കൂടി ഒഴിക്കണേ, പുളിവെള്ളം കൂടി ഒഴിക്കണേ. അത് ആ ക്ലിപ്പിൻ്റെ ഇത് മിസ്സായിപ്പോയി. അപ്പോൾ അതും കൂടി ഒഴിച്ച് നമുക്ക് അടുത്തതിന് വറ പൊട്ടിക്കാം. ചീനച്ചട്ടി വയ്ക്കുക, വെളിച്ചെണ്ണ ചൂടാക്കുക, കടുക് പൊട്ടിക്കുക. നമുക്ക് ആ താളിച്ചത് കൂടി നമുക്ക് ഈ കറിയിലോട്ട് ഒഴിക്കുക. നമ്മുടെ കറി റെഡിയായി.